നിരവധി കഴിഞ്ഞ മേയർ ആര്യ രാജേന്ദ്രൻ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം കേന്ദ്രത്തിൽ പോയി അവാർഡ് വാങ്ങിക്കൊണ്ടുവരും. ഒരു ഗവൺമെന്റിന്റെ ഒരു പ്രതിനിധിയുടെ ഫോട്ടോ അല്ലെങ്കിൽ ഒരു എംബ്ലം നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണത്തിൽ കാണിച്ചു തരാൻ സാധിച്ചു? തെറ്റാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ ആ തെറ്റിനെയാണ് നഗരത്തിലെ ജനങ്ങൾ നിങ്ങളുടെ ഭരണത്തിൽ നിന്ന് തൂത്തെറിഞ്ഞതെന്ന്. ഈ മൈക്ക് അനുവദിച്ചു തരാം എന്ന് കാണിക്കുന്ന മനസ്സ് ഒക്കെ തന്നെ ഈ ഭരണ സംവിധാനത്തിന്റെ തിരുവനന്തപുരം നഗരസഭയുടെ 2 മാസത്തോളമായിട്ടുള്ള ഈ ഭരണ സംവിധാനത്തിന്റെ ഒരു തരത്തിലുള്ള വീഴ്ചകളും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ആത്മാർത്ഥമായിട്ട് സാധിക്കില്ല. ഞങ്ങൾക്ക് വീട് വയ്ക്കാൻ ഒരു ഇടം തരൂ, അതിനുള്ള കാശ് തരൂ എന്ന് ചോദിച്ച് വന്നപ്പോൾ നിങ്ങൾ എംബ്ലത്തിൽ പിടിച്ചിരിക്കുക. അത് ഒരാളുടെ വെല്ലുവിളിയുടെ മുമ്പിലും മുട്ടുമടക്കുന്ന പാർട്ടിയല്ല. ആദ്യം ആരോഗ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ബഹുമാനിയായിട്ടുള്ള കൗൺസിലർ അവിടെ ഒരു ദിവസം സത്യാഗ്രഹം ഇരുന്നു. അവിടെ ദിവസം തോറുള്ള റിപ്പോർട്ട് അദ്ദേഹത്തിന് കിട്ടണമെന്നൊക്കെ ആവശ്യപ്പെട്ടു. അതോടെ അവിടുത്തെ ശാന്തി കവാടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനത്തെ സംബന്ധിച്ച് അദ്ദേഹം വലിയ സമരങ്ങൾ സംഘടിപ്പിക്കുന്നു. ഇപ്പോൾ ഇന്ന് 2 മാസം ഏകദേശം അടുത്ത് വരുന്ന കാലയളവിലാണെങ്കിൽ അദ്ദേഹം അതൊക്കെ ചെയ്തത് 1 മാസം കഴിഞ്ഞ ദിവസത്താണ്. ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയുടെ ചരിത്രം നോക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, പതിറ്റാണ്ടുകളായി ഭരണ സംവിധാനം ആരുടെ കരങ്ങളിലായിരുന്നു. ആ സമയത്തുണ്ടായിട്ടുള്ള അപാകതകൾ തന്നെയാണ് ഇന്ന് തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് കാണുന്ന സകല വിവരങ്ങളിലും. അതോടെ ഒന്നും തന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഭരിക്കുന്ന ഭരണകക്ഷിയെ തലയിൽ വെക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്ന തരത്തിലൊന്നും ആ സമയം ആയിട്ടില്ല എന്നുള്ളത് വളരെ സീനിയർ ആയിട്ടുള്ള എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് അറിയാം. പേര് പറഞ്ഞ ഇനി ഒരാളെ പേര് പറഞ്ഞു എന്ന് വേണ്ട, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം നഗരസഭയുടെ 2 മാസത്തോളമായിട്ടുള്ള ഈ ഭരണ സംവിധാനത്തിന്റെ ഒരു തരത്തിലുള്ള വീഴ്ചകളും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ആത്മാർത്ഥമായിട്ട് സാധിക്കില്ല. ഒരു ക്രമ നമ്പർ തെറ്റിപ്പോയി, അത് ബഹുമാനായിട്ടുള്ള അംഗം സൂചിപ്പിച്ചു. അത് ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തലുകൾ ആവശ്യമുണ്ട് എങ്കിൽ തിരുത്തപ്പെടുവാൻ ഈ ഭരണ സംവിധാനം പൂർണ്ണ മനസ്സുള്ള ഭരണ സംവിധാനം തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. ഏത് കാര്യത്തെ തിരുത്തപ്പെടാനും അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുവാനും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സമയം ഈ മൈക്ക് അനുവദിച്ചു തരാം എന്ന് കാണിക്കുന്ന മനസ്സ് ഒക്കെ തന്നെ ഈ ഭരണ സംവിധാനത്തിന്റെ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ലഭിക്കാത്തതായിട്ടുള്ള സൗകര്യങ്ങളിൽ ഒന്ന് തന്നെയാണ് എന്ന് ബഹുമാനിയായിട്ടുള്ള മുൻ മേയർ ശിവകുമാർജിക്കും അതുപോലെ ശ്രീ വഞ്ചൂർ ബാബുവിനും ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് അറിയാവുന്ന വസ്തുതയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒരു വേർതിരിവ് ഈ ഭരണ സംവിധാനത്തിൽ ഇല്ല എന്നാണ്. പിന്നെ ഇവിടെ കാണുന്ന മറ്റൊരു കാര്യം, ബഹുമാനിയായിട്ടുള്ള കേന്ദ്ര ആവിഷ്കൃത പദ്ധതി, ഇന്ന് ലോകാരാധ്യനായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിജിയുടെ വിവിധങ്ങളായിട്ടുള്ള കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ, അതൊക്കെ തന്നെ ചിലപ്പോൾ സംസ്ഥാന സർക്കാരിനോ സംസ്ഥാനത്തിന് അവകാശപ്പെട്ടതാണ് എന്നുള്ള കാര്യത്തിലൊന്നും തർക്കമില്ല. അതൊക്കെ ചിലപ്പോൾ ഒരു സംസ്ഥാനത്തിന് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഭാഗമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ അവകാശപ്പെട്ടതാണെങ്കിൽ അങ്ങനെ, അവകാശപ്പെട്ടതല്ലെങ്കിൽ പോലും അത് നിരവധി അവാർഡുകൾ ഇവിടെ കരസ്ഥമാക്കി. നിരവധി കഴിഞ്ഞ മേയർ ആര്യ രാജേന്ദ്രൻ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം കേന്ദ്രത്തിൽ പോയി അവാർഡ് വാങ്ങിക്കൊണ്ടുവരും. ആ സമയത്ത് രാഷ്ട്രീയമായ ഇടപെടലുകളോ രാഷ്ട്രീയ വിവേചനങ്ങളോ കാണിക്കുവാൻ കേന്ദ്രാവിഷ്കൃത പദ്ധതികളെ സംബന്ധിച്ച് നമ്മൾ ചെയ്തിട്ടില്ല. അവിടെയൊക്കെ രാഷ്ട്രീയം നോക്കാതെ തന്നെ അവാർഡുകൾ കൊടുക്കേണ്ടിടത്ത് അവാർഡ് കൊടുക്കുവാനും എല്ലാം വളരെ സുതാര്യമായി ചെയ്തിട്ടുള്ള ഒരു ഗവൺമെന്റാണ് കേന്ദ്ര ഗവൺമെന്റ്. ആ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തിന് അനുവദനീയമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പദ്ധതി, സ്മാർട്ട് സിറ്റി പദ്ധതി, അമൃത് പദ്ധതി, അതുപോലെ തന്നെ വയോജനങ്ങൾക്ക് കൊടുക്കുന്ന ചികിത്സാ സഹായ പദ്ധതി, അങ്ങനെ എല്ലാ പദ്ധതികളും ഇവിടെ നടപ്പിലാക്കുമ്പോൾ ഏതെങ്കിലും ഒരു മൂലയിൽ, ഒരു പോസ്റ്ററിൽ, ഒരു ഫ്ലക്സ് ബോർഡിൽ, ഒരു നോട്ടീസിൽ കേന്ദ്ര ആവിഷ്കൃത പദ്ധതി എന്ന നിലയ്ക്കുള്ള ഒരു ഗവൺമെന്റിന്റെ ഒരു പ്രതിനിധിയുടെ ഫോട്ടോ അല്ലെങ്കിൽ ഒരു എംബ്ലം നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണത്തിൽ കാണിച്ചു തരാൻ സാധിക്കുമോ? നിങ്ങൾക്ക് സാധിക്കുമോ? അപ്പൊ നിങ്ങൾ 3 വെള്ളിയാഴ്ചയായി അധികാരത്തിൽ വന്ന ഞങ്ങളോട് പറയുക ഇതെല്ലാം തെറ്റാണ്, ഇതെല്ലാം ഇന്നുവരെ ചെയ്ത നോട്ടീസ് തെറ്റാണ്. നിങ്ങൾ 3.5 വർഷക്കാലം കൊടുക്കാൻ വീട് വാങ്ങിയിട്ടിട്ടുള്ള ലൈഫ് പദ്ധതി, ആ ലൈഫിൽ തന്നെ വീട് വാങ്ങിയിട്ടുള്ളത് സംസ്ഥാന ഗവൺമെന്റിന്റെ തന്നെ നിഷേധിക്കപ്പെടുന്നില്ല. നിങ്ങൾ 3.5 വർഷക്കാലം ഈ പാവങ്ങൾക്ക് എന്തേ വീട് കൊടുക്കാത്ത?
ആ പാവങ്ങൾ വസ്തു വാങ്ങിയിട്ടിട്ട് അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന 5.25 ലക്ഷം രൂപയ്ക്ക് ഒരു വസ്തു വാങ്ങിയെടുക്കുവാൻ സാധ്യമല്ല എന്നുള്ള വസ്തുത നിങ്ങൾക്കും എനിക്കും അറിയാം. ഈ പാവങ്ങൾ അവർ കടം വാങ്ങിയും പലിശക്കെടുത്ത് ലോൺ എടുത്തും ഒക്കെ 5.25 ലക്ഷം രൂപ നഗരസഭയുടെയും സ്വന്തമായി ബാക്കി കാശ് കൂടിയിട്ട് നഗരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് 3 സെന്റ് ഭൂമി വാങ്ങി ഇട്ടിട്ട് 3.5 വർഷക്കാലമായില്ലേ? അപ്പോ ഈ ആവേശം എവിടെ പോയിരുന്നു? അപ്പൊ നിങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ട ആളുകൾക്ക് വീട് കൊടുക്കാൻ സാധിക്കാത്ത ബഹുമാനിയായിട്ടുള്ള മേയർ ചുമതലയെടുത്ത ശേഷം ഈ മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്നും നഗരത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ പാവപ്പെട്ട അമ്മമാരുടെ ഒരു കണ്ണീരൊഴിച്ചുകൊണ്ട് ഞങ്ങൾ നഗരസഭയുടെ ലൈഫ് പദ്ധതിയിൽ വസ്തു വാങ്ങിയിട്ടിരിക്കുന്നു, ഞങ്ങൾക്ക് വീട് വയ്ക്കാൻ ഒരു ഇടം തരൂ, അതിനുള്ള കാശ് തരൂ എന്ന് ചോദിച്ച് വന്നപ്പോൾ നിങ്ങൾ എംബ്ലത്തിൽ പിടിച്ചിരിക്കുക. കേന്ദ്ര സർക്കാരിന്റെ ഒരു എംബ്ലം അതിനകത്ത് വെക്കാൻ സാധ്യമല്ല എന്ന തർക്കം സംസ്ഥാന ഗവൺമെന്റും അതോടെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന് ആ മാർഗരേഖയിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാത്തത് കൊണ്ടല്ലേ ആ പദ്ധതി അവരെ അവസാനിപ്പിക്കപ്പെട്ടത്. 12 DPR പ്രകാരം നിങ്ങൾ 12 DPR നടപ്പിലാക്കിയിട്ടുണ്ട്. ആ 12 DPR നടത്തിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഇവിടെ ഇരിക്കുന്നത് രാഷ്ട്രീയ വിവേചനം നോക്കിയിട്ടാണോ? ഇപ്പൊ ലൈഫ് പദ്ധതിയിൽ 1576 ആളുകള് ലൈഫ് പദ്ധതിയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എങ്കിൽ അതില് BJPയുടെ കൗൺസിലർമാരുണ്ട്, CPM ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്. ഏതെങ്കിലും ആളുകളുടെ ഈ മുഖം നോക്കിയിട്ടാണോ ഇവിടെ നിന്ന് രേഖാമൂലം കത്തയച്ചുകൊണ്ട് ജനകീയാസ്തുള്ള സെക്ഷനിൽ നിന്ന് ആളുകളെ വിളിച്ചിട്ടുള്ളത്? ഏതെങ്കിലും ഒരാളെ ആ രാഷ്ട്രീയം നോക്കിയ BJP എന്നോ CPM എന്നോ നോക്കിയിട്ടാണോ? നിങ്ങൾ അർഹതപ്പെട്ട ആളുകളെ ആണ് സെലക്ട് ചെയ്തിട്ടുള്ള ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ ആ ലൈഫിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആളുകൾക്ക് കയറിക്കിടക്കാൻ ഒരു വീട് എന്ന അവരുടെ സ്വപ്ന പദ്ധതി സാക്ഷാത്കരിക്കാൻ ഈ ബഡ്ജറ്റിൽ ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നത് തെറ്റാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ ആ തെറ്റിനെയാണ് നഗരത്തിലെ ജനങ്ങൾ നിങ്ങളുടെ ഭരണത്തിൽ നിന്ന് തൂത്തെറിഞ്ഞതെന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി ആരോപിച്ചാൽ നിങ്ങൾക്ക് തെറ്റ് പറയാൻ സാധിക്കില്ല. ഇപ്പോഴും ആ തെറ്റ് നിങ്ങൾ ആവർത്തിക്കുകയാണ്. വീട് കൊടുക്കുന്നത് നമുക്ക് നോക്കാം, വീട് കൊടുക്കുന്നത് കാണാം. ഞങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ട് നടപ്പിലാക്കിയെടുക്കുവാൻ സാധിക്കും. അത് ഒരാളുടെ വെല്ലുവിളിയുടെ മുമ്പിലും മുട്ടുമടക്കുന്ന പാർട്ടിയല്ല. അതുകൊണ്ട് തന്നെ ഈ ഭരണ സംവിധാനം തുടർച്ചയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഒരു കാര്യങ്ങളെ സംബന്ധിച്ചും ഒരു കാര്യത്തെ സംബന്ധിച്ചും ഞങ്ങൾ അതിൽ മുട്ടുമടക്കേണ്ട പ്രശ്നമില്ല. പിന്നെ ഇവിടെ അപഹാസ്യരായി എന്ന് പറയുന്നത് കേട്ടു. എന്താണ് വീട് കൊടുക്കുന്നതാണോ അപഹാസ്യരായത്? അല്ലെങ്കിൽ ഞങ്ങൾ ഈ സുതാര്യമായ 1.5-2 മാസം പൂർത്തിയാക്കുന്ന ഒരു ഭരണ സംവിധാനം വളരെ സുതാര്യമായി പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു മേയർ ഭരണം നടത്തുന്നതാണോ ഇവിടെ അപഹാസ്യം? ഇവിടുത്തെ ജനങ്ങൾക്ക് അവരുടെ ഉദ്ദേശ ലക്ഷ്യം അവരുടെ കയറിക്കിടക്കാൻ ഒരു വീട്, ആ വീടിന് വേണ്ടി ആളുകളെ ഗുണഭോക്താക്കളെ വിളിച്ച് നിങ്ങൾ അർഹതപ്പെട്ടവരാണ് എന്ന് അറിയിപ്പ് കൊടുത്തതാണോ ഇവിടുത്തെ അപഹാസ്യരായിട്ടുള്ളത്? ഏത് തരത്തിലാണ് ഈ ഭരണ സംവിധാനം അപഹാസ്യരായി പോകുന്നു എന്ന് ആവർത്തിച്ച് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലാകുന്നില്ല. ബഹുമാനപ്പെട്ട അംഗങ്ങളോട് എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുന്നു, ഇത് അർഹതപ്പെട്ട പാവങ്ങളിൽ പിന്നെ ഫണ്ട് കൊണ്ടുവരും എന്ന് അഡ്വക്കേറ്റ് VV രാജേഷ് ഈ ഭരണസമിതിയുടെ തലപ്പത്തിരിക്കുന്ന മേയർ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് കൊണ്ടുവരിക തന്നെ ചെയ്യും, കൊടുക്കുക തന്നെ ചെയ്യും. അതിനകത്ത് നിങ്ങൾക്ക് ആർക്കും ആശങ്ക വേണ്ട. കൊടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾ 5 വർഷം നമുക്ക് കാണാമല്ലോ, ഇവിടെ തന്നെ ഞങ്ങൾ ഉണ്ടാവും. ഈ 5 വർഷ കാലയളവിൽ നിങ്ങൾക്കത് നടപ്പിലാക്കിയെടുക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ അപ്പോൾ ചോദിക്കൂ. ഇപ്പോ 20 കോടി ഇവിടെ ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള 1 രൂപ ഒരു പ്രോജക്റ്റിൽ വെച്ചുകൊണ്ട് പ്രോജക്റ്റ് ആരംഭിച്ചിട്ടുള്ള ചരിത്രം ഈ നഗരസഭയ്ക്കില്ലേ? ഈ ഭരണത്തിലിരുന്ന ആളുകൾ, മുൻനിരയിലിരിക്കുന്ന ആളുകളോട് ചോദിക്കുക. നിരവധിയായിട്ടുള്ള പ്രോജക്റ്റുകൾ, റിവിഷനിലേക്ക് വന്നിട്ടുള്ള പ്രോജക്റ്റുകളിൽ 1 രൂപ വെച്ചുകൊണ്ട് തുക വെച്ചുകൊണ്ട് ഈ ബഡ്ജറ്റോട് നടപ്പിലാക്കിയെടുത്തിട്ടില്ലേ? 20 കോടി രൂപ വെച്ചുകൊണ്ട് ഈ പ്രോജക്റ്റ് എങ്ങനെ നടപ്പിലാക്കുമെന്ന് ചോദിക്കുന്ന ആളുകൾക്ക് ഞാൻ മറുപടി കൊടുക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് 20 കോടി രൂപ വെച്ച് ഈ പ്രോജക്റ്റ് ആരംഭിച്ചാൽ അത് പൂർത്തിയാക്കുവാനുള്ള ആർജവമുള്ള ഭരണസമിതി തന്നെയാണ്. അത് കൊടുക്കുക തന്നെ ചെയ്യും. എഗ്രിമെന്റ് വെച്ച് നിയമാനുസൃതം
നമ്മുടെ നിയമത്തിന്റെയും ചട്ടത്തിനും അകത്ത് നിന്നുകൊണ്ട് ഈ അർഹതപ്പെട്ട പാവങ്ങൾ വീടിന് വേണ്ടി വന്നാൽ ആ വീട് കൊടുക്കുന്നതിന് വേണ്ടി ഏത് നിയമവശത്തിന്റെ ഏത് അറ്റം വരെ പോകുവാൻ ഈ ഭരണസമിതിക്ക് വേണ്ടി ഒരുപക്ഷെ ഭരണസമിതിയുടെ ഒരു കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് ഉറപ്പ് പറയുന്നു, അത് കൊടുക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ആ കാര്യത്തിലൊന്നും ഒരു ആശങ്കയും വേണ്ട. പിന്നെ നിങ്ങൾ ഇല്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് സഭയെ തെറ്റിദ്ധരിപ്പിക്കപ്പെടേണ്ട. ഈ സഭയ്ക്കകത്ത് കഴിഞ്ഞ കുറെ കാലങ്ങൾ കൊണ്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് കഴിഞ്ഞ കാല അനുഭവത്തിനാണ്, ഇപ്പോഴും അനുഭവം ഉള്ള ആളുകളാണ്. ഇപ്പോൾ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് ബോധ്യമാകുന്നുണ്ട്. ഇത് സുതാര്യമായിട്ട് വളരെ കൃത്യമായി ഒരു കറപ്ഷൻ ഇല്ലാതെ ഈ ഭരണം മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. അതുപോലെ അർഹതപ്പെടുന്ന പാവങ്ങളുടെ കരങ്ങളിൽ ഈ വീടുകൾ എത്തുക തന്നെ ചെയ്യും. അതിന് യാതൊരു സംശയവും വേണ്ട.